നാട്ടിൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കില്ല എന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ എന്തിനു അഡ്രസ് ചെയ്യണം? ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? ആർക്കെതിരെയും പറഞ്ഞുകൂടെ? ഞാൻ ചോദിക്കുന്ന അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ? അവർ നിയമപരമായി പോകട്ടെ, അതല്ലേ അതിന്റെ മാന്യത. അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കേഴ്സ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായ സൈബർ ആക്രമണങ്ങളാണ് സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേരും നെറിയുമില്ലാത്ത സഖാക്കൾ. നിരന്തരമായ സൈബർ ആക്രമണങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തുടങ്ങി. സൈബർ ആക്രമണങ്ങൾ മാത്രമായിരുന്നില്ല. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നീലപ്പെട്ടിയുമായിട്ട് ഇറങ്ങിയിരുന്നു സഖാക്കൾ. ആർത്ത് വിളിച്ച് അട്ടഹസിച്ചിട്ടും റഹീമും വസീഫും അടക്കമുള്ളവർ ആർത്ത് വിളിച്ച് അട്ടഹസിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ചരിത്ര ഭൂരിപക്ഷത്തിലാ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് വിജയിച്ച് കയറിയത്. ആ ചൊറിച്ചില് സഖാക്കൾക്ക് ഇന്നും ചൊറിഞ്ഞു തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ കുഷ്ഠം പിടിച്ച ഇവരുടെ ശരീരത്തിന്റെ ചൊറിച്ചിൽ ഇന്നും സഖാക്കൾക്ക് ചൊറിഞ്ഞു തീർന്നിട്ടില്ല. അവിടെ നിന്ന് അവസാനിച്ചില്ല. പിന്നീട് ഇങ്ങോട്ട് യൂത്ത് കോൺഗ്രസിന്റെ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കുറെ ചൊറിച്ചിലുകൾ നടത്തി നോക്കി. അതും ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അവസാനം കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക, മുതിർന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അവർ മെയിൻ സ്ട്രീമിലുള്ള ഒരു മാധ്യമ പ്രവർത്തക, ഒരു പ്രധാനപ്പെട്ട ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക, അവരുടെ പേരോ അവർ പ്രവർത്തിക്കുന്ന ചാനലിനെ കുറിച്ചോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോ അവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നുണക്കഥകൾ, ഇല്ലാ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാജ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും ആ ഗർഭത്തെ അലസിപ്പിച്ചു എന്നുമൊക്കെ ഉള്ള നിരന്തരമായ അധിക്ഷേപങ്ങൾ. ഒരു സ്ത്രീയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധിക്ഷേപിക്കാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി എന്തിന് മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ വലിച്ചിഴക്കുന്നു എന്നുള്ള ചോദ്യമാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരം പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന സഖാക്കൾ എന്തിനു വേണ്ടി ഒരു മുഖ്യധാരയിൽ നിൽക്കുന്ന, കേരളത്തിൽ എല്ലാവർക്കും കണ്ടു പരിചയമുള്ള വാർത്താ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് എന്തിനിങ്ങനെ അധിക്ഷേപങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊറിയാനും രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾക്ക് ആക്രമിക്കുവാനും വേറെ എന്തൊക്കെ കാരണങ്ങളുണ്ട്. അതിലേക്ക് ഒരു സ്ത്രീയെ ഇങ്ങനെ വലിച്ചിഴച്ച് ഇങ്ങനെ പിച്ച് ചീന്തുന്നത്, കഴുക കണ്ണുകളോട് കൂടി പിച്ച് ചീന്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നാണമില്ല സഖാക്കളെ? ഈ നെറികെട്ട രാഷ്ട്രീയം, ഈ നേരില്ലാത്ത ഈ വൃത്തികെട്ട തെമ്മാടിത്തരം, ഇതിന് രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയില്ല. ഇത് തെമ്മാടിത്തരമാണ്. ഈ തെമ്മാടിത്തരത്തെ നിങ്ങൾക്ക് നിലക്ക് നിർത്താൻ കഴിയുന്നില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ നേതാക്കൾക്ക്. പിന്നെ എന്തിനാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? ഇതിലും നല്ലത് കൂട്ടിക്കൊടുപ്പാണ്. നിങ്ങളൊക്കെ അതും ചെയ്യും, അതിനപ്പുറത്തേക്കും ചെയ്യും. ഞാൻ ഇതിനപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഞാൻ സ്ത്രീ അധിക്ഷേപകരായി മാറും. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. എന്ത് വൃത്തികെട്ട നെറികെട്ട രാഷ്ട്രീയമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? രാഹുലിനെ പൂട്ടാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ലടോ. ബബ്ബ ഇല്ല. ഇത് ബബ്ബ റഹീമല്ല, അല്ലെങ്കിൽ വസീഫല്ല. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളും ഭൂലോക തോൽവിയായിട്ട് അവസാനം പിൻവാതിലൂടെ രാജ്യസഭയിലേക്ക് എത്തിച്ച റഹീമോ വസീഫോ അല്ല. നിങ്ങൾ കണ്ട നിങ്ങളുടെ ബബ്ബകളല്ല ഇത് രാഷ്ട്രീയം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന കോമൺ സെൻസ് ഉള്ള നേതാവാണ്. ഇത് കേരളത്തിന്റെ വാഗ്ദാനത്തിനപ്പുറം ഇത് ഒരു യുവതലമുറയുടെ പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാ നിങ്ങൾക്ക് ഇത്രയധികം ചൊറിച്ചില്. അതുകൊണ്ട് തന്നെയാ ഒരു കാരണവുമില്ലാതെ, നിസാര കാരണം പോലും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ മുഖമില്ലാത്ത നിങ്ങള്, പോരാളി ഷാജികള്, വൃത്തികെട്ടവന്മാര്, തെമ്മാടി കൂട്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നതോടൊപ്പം ഒരു മാധ്യമ പ്രവർത്തകയെ കൂടിയാണ് നിങ്ങൾ വേട്ടയാടുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു മര്യാദയായിരിക്കും. അത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം ഇത് പൊറുക്കാൻ കഴിയില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്.
നിങ്ങൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആ മാധ്യമ പ്രവർത്തകൻ, ഞാൻ ഇന്ന് അതിന്റെ സ്ക്രീൻഷോട്ട് പോലും ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ കാണിച്ചിട്ട് ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ആരാണെന്ന് അറിയാത്ത ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അവർ കൂടി അറിയേണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിപ്പ് ചെയ്തിരുന്നു. നിങ്ങളുടെ ഈ മുഖമില്ലാത്ത പോരാളി ഷാജിമാർ സോഷ്യൽ മീഡിയകളിലൂടെ നടത്തുന്ന ഈ തെമ്മാടിത്തത്തിനെതിരെ അവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കുറിപ്പിട്ടിരുന്നു. ഇന്നലെ ഇതേക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവർ പ്രവർത്തിക്കുന്ന അതേ മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. ഹൂ കെയർസ്? ഇത്തരത്തിൽ മുഖമില്ലാതെ ഇങ്ങനെ ഗോസിപ്പുകൾ മാത്രം പറഞ്ഞു നടക്കുന്ന തമ്മാടികളുടെ വാക്കുകളിലേക്ക്, ഇങ്ങനെ ടൗണിലൂടെ റോഡിലൂടെ നടക്കുന്ന ഭ്രാന്തന്റെ വാക്കുകൾക്ക് ആരെങ്കിലും ചെവി കൊടുക്കാറുണ്ടോ? അത്തരത്തിലുള്ള ഈ തെമ്മാടികൾ കൂട്ടിക്കൊടുപ്പുകാരുടെ ഈ വാക്കുകൾക്ക് ആരാണ് ചെവി കൊടുക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ കേരളത്തിൽ ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ നിയന്ത്രിക്കുന്നത് നിങ്ങളല്ലേ, നിങ്ങളുടെ കപ്പിത്താനല്ലേ. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി, ഇവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ കപ്പിത്താനല്ലേ. കൊടുക്കു സഖാക്കളെ, നെറികെട്ടവന്മാരെ, വൃത്തികെട്ടവന്മാരെ, തെമ്മാടികളെ കൊടുക്കു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഒരു കേസ്, ഒരു വെള്ളക്കഷ്ണം കടലാസിൽ ഒരു പരാതിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിൽ ഒരു പീഡന കഥയുടെ കേസ് കൊടുക്കൂ, ഒരു പരാതി കൊടുക്കൂ. നിങ്ങളുടെ കപ്പിത്താനോട് പറയൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് എടുക്കാൻ പറയൂ. രാഹുൽ മാങ്കൂട്ടത്തിലെ പോക്സോ കേസിലോ അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസിലോ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ആവശ്യപ്പെടൂ. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നിരന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ ഐഡന്റിറ്റി കാർഡും വ്യാജനെന്നും അദ്ദേഹത്തെ സ്ത്രീ പീഡകനെന്നും അദ്ദേഹത്തെ ഗർഭം അലസിപ്പിച്ചവനെന്നും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ. ഒരു പരാതി നിങ്ങൾ കൊടുക്കുക. ഒരു പരാതി കൊടുത്തിട്ട് നിങ്ങളുടെ നിയമപാലകർ, നിങ്ങൾ നിയന്ത്രിക്കുന്ന, നിങ്ങൾ കൈകാളുന്ന നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് എടുക്കാൻ പറഞ്ഞേ. അതിന് ആർജവമുണ്ടോ നിങ്ങൾ? അതുകൊണ്ട് അത് കൊടുത്താൽ നിങ്ങൾക്കറിയാം അത് അവിടെ എത്തുമെന്ന്. അതുകൊണ്ട് കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ ആർക്കും സാധിക്കും. നാവിനെല്ലില്ലെന്ന് കരുതി ഇങ്ങനെ അധിക്ഷേപങ്ങളും കള്ളങ്ങളും പച്ച നുണകൾ പടച്ചുവിടാൻ ഉളുപ്പില്ലേ സഖാക്കളെ, തെമ്മാടികളെ. വെറും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറ്റത്തരം കാണിക്കലല്ല, ഇത്തരത്തിലുള്ള നെറികേടുകൾ കാണിക്കലല്ല, ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കലല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് തിരിച്ചറിവുണ്ടാവണം. അതോ ഇതും നിങ്ങളുടെ പാർട്ടി ക്ലാസുകളിൽ നിന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി നിങ്ങൾക്ക് കിട്ടുന്ന ക്യാപ്സ്യൂളുകളാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ നിങ്ങൾ നടത്തുന്ന കുപ്രചരണങ്ങൾക്കും ഈ നുണപ്രചരണങ്ങൾക്കും ഈ അധിക്ഷേപങ്ങൾക്കും ആവില്ല. രാഹുൽ എന്ന് പറയുന്നത് കേരള ജനതയുടെ മനസ്സിലാണ്. അയാൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഉണ്ടായത് കൊണ്ട് തന്നെയാ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ, പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അയാൾ വിജയിച്ച് കയറിയത്. അവിടെ നിങ്ങൾ ഇറക്കിയ കാർഡുകളൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞില്ലേ? ഇനിയും ഉളുപ്പില്ലടോ തെമ്മാടികളെ, ചെറ്റകളെ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിച്ച് നടക്കാൻ ഇനിയും നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ നിങ്ങൾ ചെറ്റകളാണ് സഖാക്കളെ, നിങ്ങൾ തെമ്മാടികളാണ്. ഒരു ഉളുപ്പും മാനവുമില്ലാതെ രാഹുലിനെ അധിക്ഷേപിക്കാൻ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയെ പോലും വിടാതെ വേട്ടയാടുന്ന ചെറ്റകളാണ് നിങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.